5-ാം വയസ്സിൽ തുടങ്ങിയാണ്. 5-ാം വയസ്സിൽ എനിക്ക് അച്ഛൻ പറയും, ഈ 5-ാം വയസ്സിലാണ് കളിച്ചു തുടങ്ങിയത് എൻ്റെ അടുത്ത് പറയും. നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ അച്ഛൻ പറയും, നമ്മൾ അച്ഛനും അമ്മയൊക്കെയാണ് നമ്മുടെ ചെറിയ വയസ്സിൽ കിഡ് ബാഗ് നല്ല ഹെവി സാധനമാണ്. അപ്പൊ അച്ഛനും അമ്മയാണ് കിഡ് ബാഗ് തൂക്കി ഞങ്ങളെ ബസ്സിലെ കൊണ്ടാക്കുന്നത്. അപ്പൊ ആക്കുമ്പോൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അപ്പൊ ഡൽഹിയിൽ ക്രിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ പണക്കാരുടെ കളിയാണ്. അച്ഛൻ പോലീസായിരുന്നു, നമ്മൾ ഭയങ്കര മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. പക്ഷെ ഒരു ക്രിക്കറ്റർ ആവണമെന്ന് ഡ്രീം ചെയ്യണത് തന്നെ ഒരു വലിയ കുറ്റമായിരുന്നു ആ സമയത്തൊക്കെ. അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരൊക്കെ ഭയം കൊണ്ട് പോകുമ്പോൾ ദേ സച്ചിനും അച്ഛനും അമ്മയും പോണു, സച്ചിന്റെ അച്ഛനും അമ്മയും കൊണ്ട് പോണു കോളേജിലോ. ഇവരൊക്കെ വലിയ മനസ്സിലായി, ഭയങ്കര പ്രഷറാണ്. അവരൊക്കെ നമ്മളത് അറിയിക്കാതെ നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ട് ഭയങ്കര ഒരു ക്രൂഷ്യൽ സംഭവം തന്നെയാണ്. പക്ഷെ ഭയങ്കര പ്രഷറാണ്. അപ്പൊ എന്റെ ആദ്യത്തെ കിറ്റ് ബാഗ് ഒക്കെ വാങ്ങിച്ചിരുന്ന തന്നെ പറഞ്ഞ പോലെ ഭയങ്കര കഷ്ടപ്പാട് പെട്ടിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ബാറ്റൊക്കെ വാങ്ങിച്ചിരുന്ന വെച്ചാല് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പൊ അതും കഴിഞ്ഞ് ബാറ്റിലൊക്കെ മാച്ചിലൊക്കെ ഔട്ടായൊക്കെ ഞാനൊക്കെ ചിലപ്പോഴൊക്കെ ഔട്ടാവും. വീട്ടില് ഫോൺ വിളിക്കണമല്ലോ, ഫോൺ വിളിച്ചിട്ട് എന്താ അച്ഛൻ ചോദിക്കടാ എന്തായി, അച്ഛാ 30 നോട്ട് ഔട്ട്, മനസ്സിലായല്ലോ. അപ്പൊ അത് അങ്ങനെ നമ്മള് ഭയങ്കര പ്രഷറാണ്. കാരണം ഇത്രയും ഇൻവെസ്റ്റ്മെന്റും പൈസ എല്ലാം ചെലവാക്കി എല്ലാം വലിയ വലിയ ആൾക്കാരോടെ കളിക്കാനൊക്കെ വിടുമ്പോ നമ്മള് ഔട്ടായിട്ടൊക്കെ വന്ന വീട്ടില് പിന്നെ അറിയാലോ. ആ പ്രഷർ പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ല, അതിന് രണ്ടിനും അതിൻ്റെതായ ഒരു പ്രഷറും ഉണ്ട്, റിസ്ക്കും ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പൊസിഷൻ വരെ ബാക്കി ചുറ്റുമുള്ളവർ പറയുന്നതും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ശമ്പളം വരെ എത്തുന്നതും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കുവാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും ഇത്ര സപ്പോർട്ട് ആവുമ്പോൾ നമുക്ക് അതിന്റെ പ്രഷറുണ്ട്. ഇവരെ നമുക്ക് ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രഷറുണ്ടല്ലോ. അങ്ങനെ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. അങ്ങനെ പാരന്റ്സ് ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നു. ഇനി ഞാൻ അടിക്കണം, ഞാൻ ബാറ്റ് വീശുമ്പോ ബോൾ കൊണ്ടില്ലെങ്കിൽ അപ്പൊ ഇത് സിക്സ് അടിക്കുകയും ചെയ്യണം, ഔട്ട് ആവാനും പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്. അതാണ്, അതൊരു ടൈമിംഗ് ആണല്ലോ, ടൈമിങ്ങിന്റെ ഒരു പരിപാടിയാണല്ലോ. അതായത് കറക്റ്റ് സമയത്ത് ബോൾ വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ബാറ്റിൽ തട്ടി സിക്സ് പോയാൽ സിക്സ് അടിച്ച്, അതാണല്ലോ അതിന്റെ ഒരു. പിന്നെ ഉറപ്പായിട്ട് നമ്മള് ബേസിൽ പറയണ പോലെ ആ ഒരു വിശ്വാസമാണ്. നമ്മൾ ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ആ മനസ്സിൽ ഉറപ്പാണ്, ആ വിശ്വാസം ഉണ്ട്. അപ്പൊ അതേപോലെയാണ് ബാറ്റിങ്ങിന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ബോളർ ഓടി വരുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കും ഇത് അടിക്കണം. അപ്പൊ അതില് നമ്മൾ രണ്ടാമത് ഈ ഔട്ടായ വീട്ടുകാരെ നാട്ടുകാരെന്നൊക്കെ ആലോചിച്ചോണ്ട് പിന്നെ ഉറപ്പായിട്ട് ഔട്ടാവും. അപ്പൊ അതിലിങ്ങനെ അടിക്കുമ്പോൾ 10-7 എണ്ണം കൊള്ളും, 3 എണ്ണം ഔട്ടാവും. ഔട്ടാവണം, നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്.